ഹായ് ഹലോ നമ്മളെ മൂന്നാമത്തെ ഡേയ്സിൻ്റെ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് കൊപ്പം അൽജിബ്ര സ്കൂളിലെ യൂണിഫോമാണ് കേട്ടോ. അവിടുത്തെ ഒരു ടീച്ചറിൻ്റെ വർക്കാണ്. അവർ ആദ്യത്തെ യൂണിഫോമാണിത്. ഇത് ഞാൻ ചെയ്ത് കൊടുത്തത് തന്നെയാണ്. വർക്കിൽ അവർ പറഞ്ഞിട്ടുള്ളത് വീനക്ക് ചെയ്യുക, നെക്ക് വല്ലാണ്ട് ഇറക്കം വേണ്ട, പിന്നെ കൈ ഫുൾ സ്ലീവിൽ സ്കാലപ്പ് ചെയ്യണം, അതുപോലെ താഴ്ഭാഗത്ത് ഇലയിൽ അടിച്ചിട്ട് താഴ്ഭാഗത്ത് സ്കാലപ്പ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാൻറ് അലാസ്റ്റിക് വെച്ചിട്ട് നോർമൽ ലൂസിൽ ലൈനിങ് വെച്ചിട്ടാണ് ചെയ്യാൻ പറഞ്ഞത്. ഞങ്ങൾ മെഷീനിൽ അലാസ്റ്റിക് വെക്കുന്ന ഭാഗമാണ് കേട്ടോ. അത് എല്ലാവരും അതിന് വേണ്ടി യൂസ് ചെയ്യാൻ എനിക്കറിയില്ല. പിന്നെ ബോബിൽ നൂല് ചുറ്റി കഴിഞ്ഞാൽ കട്ട് ചെയ്യുന്ന ആ ഭാഗം ഉണ്ടല്ലോ, അതെല്ലാവർക്കും അറിയാൻ ഞാൻ അടുത്താണ് ഒരു വീഡിയോയിൽ കണ്ടപ്പോൾ ശ്രദ്ധിച്ചത്. അത് നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ. നമ്മൾ പ്ലക്കറൊന്നും ഇല്ലെങ്കിൽ അത് വെച്ച് നൂല് കട്ട് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ കട്ടിംഗ് വീഡിയോ ഞാൻ ചെയ്യാൻ വിട്ടുപോയതാണ് കേട്ടോ. ക്യാമറ ഓൺ ചെയ്യാൻ മറന്നുപോയി. പിന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്, ലൈൻ കുർത്തി അടിക്കുമ്പോൾ നമ്മൾ സെപ്പറേറ്റ് വേണം ലൈനിങ്ങും മെയിൻ ക്ലോത്തും പിടിപ്പിച്ച് കൊടുക്കാൻ. 14 ഇഞ്ചോളം ആ ഹോളിൽ നിന്ന് മാർക്ക് ചെയ്തതിന് ശേഷം ലൈനിങ് സെപ്പറേറ്റ് ആയിട്ടും ഉള്ളത്തെ ക്ലോത്ത് ഉള്ളിലൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് പെർഫെക്ഷൻ കിട്ടുള്ളൂ. പിന്നെ ഞങ്ങളൊരു പൗച്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ബോൾപ്പിന് കുത്താൻ വേണ്ടിയിട്ട്. കാരണം ബോൾപ്പിന് താഴെ വീണ കുട്ടികളൊക്കെ വരുമ്പോൾ കാല് കുത്തിയാൽ ഭയങ്കര പ്രശ്നമാണ്. പിന്നെ അതിങ്ങനെ തിരഞ്ഞ് നടക്കും വേണം. അപ്പോൾ അതിനൊരു സെറ്റപ്പാക്കി നമ്മൾ സ്കാലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫൂട്ടുകൾ നോക്കണം കേട്ടോ. അതിൻ്റെ നോർമൽ ഫൂട്ട് ഇട്ടിട്ടാണ് ഷജനോമിൻ്റെ മെഷീൻ ഞാൻ ചെയ്തത്. ഞങ്ങൾ ഹുക്കുകളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് 4 അറുള്ള ബോക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഷജനോമിൻ്റെ മെഷീനിൽ അതിൻ്റെ സ്കാലപ്പ് ചെയ്യാനുള്ള സെറ്റപ്പ് ആക്കിയതിന് ശേഷം സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങി. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ സോൾഡറിംഗ് അയനിൽ അതിനൊരു മാർക്ക് ചെയ്യുന്ന സംഭവം ഉണ്ടല്ലോ, അതിൻ്റെ ഹീറ്റ് കൂട്ടുന്നത് കുറക്കുന്നത്, അതൊന്ന് മാനേജ് ചെയ്തതിന് ശേഷം നല്ല ചൂടായതിന് ശേഷം നമ്മൾ ആ നൂല് തട്ടാതെ വേണം കട്ട് ചെയ്തെടുക്കാൻ. നല്ല ശ്രദ്ധയോട് കൂടി ചെയ്യേണ്ട ഒരു വർക്കാണിത്.
അപ്പോൾ ഇന്നത്തെ വർക്ക് ഇത്രയേ ഉള്ളൂ. ബാക്കി കുറേ കട്ടിങ്ങൊക്കെ ആയിരുന്നു ചെയ്യാനുണ്ടായിരുന്നത്. ബാക്കി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.